നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ന്യൂ ജനറേഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ എയറിലാണ്. ഇതുപോലൊരു ഗതികെട്ട രാജ്യം ഈ ലോകത്ത് വേറെ ഉണ്ടാകുമോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. 2024 തുടക്കം മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പൗരന്മാരെ ഭിക്ഷാടനത്തിന് നാടുകടത്തിയതായി പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 5402 പേരെയാണ് നാടുകടത്തിയത്. ആഭ്യന്തര മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഔദ്യോഗിക കണക്കുകൾ ഈ സംഭവത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് വലിയ പാകിസ്ഥാൻ പ്രവാസി സമൂഹങ്ങൾ താമസിക്കുന്നതും അതുപോലെ തന്നെ യാചന നിയമവിരുദ്ധവും സാമൂഹികവുമായി അസ്വീകാര്യവുമായ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുകയാണ്. 2024 മാത്രം 4850 പാകിസ്ഥാൻ യാചകരെയാണ് നാടുകടത്തിയത്. ബഹുഭൂരിപക്ഷവും 4498 വ്യക്തികളെ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചയച്ചു. തുടർന്ന് 242 പേർ ഇറാഖിൽ നിന്നും. ഈ നാടുകടത്തലുകളിൽ സംഭാവന നൽകിയ മറ്റ് രാജ്യങ്ങളിൽ മലേഷ്യ 55 പേർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 49 പേർ, ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും വ്യക്തമല്ലാത്ത സംഖ്യകളും ഉൾപ്പെടുന്നു എന്നതാണ്. 2025 ഈ പ്രവണത തുടരുന്നുണ്ട്. മെയ് വരെ 552 പേരെ കൂടിയാണ് നാടുകടത്തിയത്. സൗദി അറേബ്യയിൽ നിന്ന് 535 പേരും, UAEയിൽ നിന്ന് 9ഉം, ഇറാഖിൽ നിന്ന് 5ഉം. ഈ പ്രവണത തടയാൻ പാകിസ്ഥാൻ അധികൃതർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സൈനിക താവളമൊക്കെ തകർത്തു എന്ന് ബഡായി പറഞ്ഞ് നടന്ന പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥയാണല്ലേ. ഉംറ തീർത്ഥാടകരുടെ മറവിൽ സൗദി അറേബ്യയിലേക്ക് പോകാൻ ശ്രമിച്ച 3 സ്ത്രീ യാചകരെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ FIA ഈ അടുത്തു തന്നെ കറാച്ചി വിമാനത്താവളത്തിൽ തടഞ്ഞിരുന്നു. അവരുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റുകളോ ഹോട്ടൽ ബുക്കിങ്ങുകളോ ഇല്ലാതെ ഈ സ്ത്രീകളെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതിനു മുമ്പും സമാനമായ കാരണങ്ങളാൽ ലാഹോർ വിമാനത്താവളത്തിൽ ഇതുപോലെയുള്ള ആളുകളെ തടഞ്ഞു വച്ചിരുന്നു. പാകിസ്ഥാനിലെ ആഴത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഘടനാപരമായ പ്രശ്നങ്ങളാണ് നാടുകടത്തൽ പ്രതിസന്ധികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാപകമായ ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ അഭാവവും നിരവധി വ്യക്തികളെ വിദേശത്തേക്ക് ഉപജീവനമാർഗം തേടാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ മറ്റു വഴികൾ പരാജയപ്പെടുമ്പോൾ ഭിക്ഷാടനത്തിലേക്ക് അവർ തിരിയുകയാണ്. വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങളിൽ ചെന്നെത്തുന്നു. ഇത് അവരെ തടങ്കലിലേക്കും നാടുകടത്തലിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. നാടുകടത്തലിൻ്റെ പട്ടികയിൽ ഒന്നാമതുള്ള സൗദി അറേബ്യ യാചകരുടെ ഒഴുക്കിനെക്കുറിച്ച് പാകിസ്ഥാനോട് പലതവണ പറഞ്ഞതാണ്. ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് ഉഭയകക്ഷി ചർച്ചകളും അതുപോലെ തന്നെ കരാറുകൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യയുമായുള്ള ഒട്ടനവധി കരാറുകൾ ലംഘിച്ച ഈ പാകിസ്ഥാനോടൊക്കെ ആരെങ്കിലും പോയി കരാറുണ്ടാക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. 2024 മുതൽ 5400-ലധികം പാകിസ്ഥാൻ യാചകരെയാണ് നാടുകടത്തിയത്. പാകിസ്ഥാൻ ഒരു പ്രധാന മാനുഷികവും പ്രശസ്തിപരവുമായ വെല്ലുവിളിയെ ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുമുണ്ട്. ദാരിദ്ര്യവും സ്വന്തം നാട്ടിൽ അവസരങ്ങളുടെ അഭാവവുമാണ് ഈ പ്രതിഭാസത്തിന് കാരണം. എന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്ന പാകിസ്ഥാൻ എവിടെ ചെന്നെത്തുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.